ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് ഇത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ എള്ളാണ് എടുത്തത്, കറുത്ത എള്ള്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നെയ്യും ഗോതമ്പ് പൊടിയും എള്ളും ഒക്കെ എല്ലായിടത്തും എത്തുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. അതിനിടയിൽ അതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡവായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഡ്രൈ ആവാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തി കോലെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാവരുത്, എന്നാൽ ഒരുപാട് തിക്കുമാവരുത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ നമ്മൾ പ്രസ് ചെയ്ത് ഒരേ കനത്തിൽ തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട്, പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ മറക്കരുത്. എണ്ണ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് 2 ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പ് ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് 2 ഭാഗവും ക്രിസ്പ് ആവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. നമ്മളിവിടെ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ലായനി 1 നൂൽ പരുവാവുന്നത് വരെ കുറുക്കിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ 1 നൂൽ പരുവായിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമ്മുടെ സ്നാക്കിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് തണുത്തതിന് ശേഷം, തണുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാരയൊക്കെ കോട്ടായിട്ട് നമ്മുടെ കൂന്തിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ നമുക്കിത് കിട്ടും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറച്ച് ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് പഞ്ചസാരയൊക്കെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയ റെസിപ്പീസും പുതിയ വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.